ഗുഡ് മോർണിംഗ് പ്ലസ് ടു മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. ചാപ്റ്റർ 7 ഇൻറ്റഗ്രേഷൻ. ദിസ് ഇസ് പാർട്ട് 5. ഫോക്കസ് പോയിന്റ് 7.3 ഇൻറ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. അതിൽ പാർട്ട് 3 പാർട്ട് 4 വീഡിയോയിൽ സബ്സ്റ്റിറ്റ്യൂഷൻ്റെ ഡിഫറെൻറ്റ് ഫോംസുകൾ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടതെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ മെത്തഡ്സ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് എക്സസൈസ് 7.2 പ്രോബ്ലംസ് ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. Integration by substitution 6 forms ഉണ്ട്. First one, integral f of ax plus b dx. ax plus b ക്കാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്. Take ax plus b is equal to t. a dx is equal to dt എന്ന് വരും. dx is equal to dt by a എന്ന് വരും. ഇൻറ്റഗ്രൽ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് എത്തും. നമ്മളതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. അവിടെ tക്ക് പകരം ax plus b എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമ്മുടെ അവസാനത്തെ ആൻസർ ഇൻ ടേംസ് ഓഫ് x ആയിരിക്കണം. Now second form, integral f dash of x divided by f of x. ഫംഗ്ഷനും അതിൻ്റെ ഡെറിവേറ്റീവും ഉണ്ടെങ്കിൽ ഫംഗ്ഷനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ടി എന്ന് കൊടുക്കണം. എഫ് ഡാഷ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി എന്ന് വരും. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ ഇൻറ്റഗ്രൽ 1/t dt ആയിട്ട് മാറും. ഇൻറ്റഗ്രൽ ഓഫ് 1/t ഇസ് ലോഗ് മോഡ് ടി പ്ലസ് സി. അതിനുശേഷം ടി ഉള്ള സ്ഥലത്ത് എഫ് ഓഫ് എക്സ് റീപ്ലേസ് ടി ബൈ എഫ് ഓഫ് എക്സ്. Now third one, integral f of g of x into g dash of x dx. g of x ഉണ്ട്, ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ g of x is equal to t. Then g dash of x dx is equal to dt. അപ്പോൾ ഈ ഇൻറ്റഗ്രൽ f of t dt ആയിട്ട് മാറും. സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് വരും. ഇൻറ്റഗ്രൽ കണ്ടുപിടിക്കണം. t ഉള്ള സ്ഥലത്ത് g of x എഴുതണം. റീപ്ലേസ് t ബൈ g of x. നെക്സ്റ്റ് വരുന്ന 3 ഫോമിലും എഫ് ഓഫ് എക്സും എഫ് ഡാഷ് ഓഫ് എക്സ് ഉണ്ട്. ഓക്കെ, എഫ് ഓഫ് എക്സ് ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ്, എഫ് ഡാഷ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എഫ് ഓഫ് എക്സ്, എഫ് ഓഫ് എക്സ് ഹോൾ റേസ് ടു എൻ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ് ഡി എക്സ്. ഫംഗ്ഷനും അതിൻ്റെ ഡെറിവേറ്റീവ് ഉണ്ട്. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫംഗ്ഷന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ടേക്ക് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ടി. എഫ് ഡാഷ് ഓഫ് എക്സ് ഡി എക്സ് ഡി ടി ആയിട്ട് വരും. ഈ ഫംഗ്ഷൻ ടി ഡി ടി വരും. ഇൻറ്റഗ്രൽ ഓഫ് ടി ഇസ് ടി സ്ക്വയർ ബൈ 2. ഇവിടെ 1/√t dt വരും. റൂട്ട് ഈസ് ടി റേസ് ടു 1/2. ഇപ്പോൾ ഇവിടെ 1/√t ഉള്ളത് ടി റേസ് ടു -1/2 വരും. ഇൻറ്റഗ്രൽ ഓഫ് ടി റേസ് ടു -1/2 dt is ടി റേസ് ടു 1/2 ഡിവൈഡഡ് ബൈ 1/2. Then replace t by f of x. Now here when we take f of x is equal to t, this integral becomes t raised to n into dt. f of x is t, f dash of x dx is dt. So integral t raised to n dt. Integral of t raised to n is t raised to n plus 1 divided by n plus 1. Now replace t by f of x. Okay, ഇതാണ് ജനറൽ ആയിട്ടുള്ള ഫോം. എഫ് ഓഫ് എക്സും എഫ് ഡാഷ് ഓഫ് എക്സും ഉണ്ടെങ്കിൽ ഫംഗ്ഷനും അതിൻ്റെ ഡെറിവേറ്റീവ് ഉണ്ടെങ്കിൽ ഫംഗ്ഷനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ 6 ഡിഫറെൻറ്റ് ഫോംസിൽ നമ്മുടെ പ്രോബ്ലംസ് വരും. പ്രോബ്ലംസ് കാണുമ്പോൾ തന്നെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം ഏതാണ് ഫംഗ്ഷൻ, ഏതാണ് ആ ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്. ഫംഗ്ഷന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് തന്നിരിക്കുന്ന പ്രോബ്ലം മാറും. സ്റ്റാൻഡേർഡ് ഇക്വേഷൻസ് എല്ലാം നമ്മൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. എക്സസൈസ് 7.2 ഫസ്റ്റ് പ്രോബ്ലം, ഇൻറ്റഗ്രൽ 2x ഡിവൈഡ് ബൈ 1 + x² dx. ഇതാണ് ഫംഗ്ഷൻ 1 + x². അതിൻ്റെ ഡെറിവേറ്റീവ് ആണ് 2x. ഡെറിവേറ്റീവ് ഓഫ് 1 0, ഡെറിവേറ്റീവ് ഓഫ് x² is 2x. 0 + 2x is 2x. ഇപ്പോൾ ഡിനോമിനേറ്ററിലാണ് എഫ് ഓഫ് എക്സ് ഇരിക്കുന്നത്, ന്യൂമറേറ്ററിൽ എഫ് ഡാഷ് ഓഫ് എക്സ്. എഫ് ഡാഷ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ എഫ് ഓഫ് എക്സ്, ആ ഫോമാണ് ഇവിടെ. ഇപ്പം നമ്മൾ എഫ് ഓഫ് എക്സിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ടേക്ക് 1 + x² ഈക്വൽ ടു ടി. ഡെറിവേറ്റീവ് ഓഫ് 1 + x² 2x. 2x dx is equal to dt. ന്യൂമറേറ്റർ dt വരും, ഡിനോമിനേറ്റർ ടി. സോ ദിസ് ഇൻറ്റഗ്രൽ ബിക്കംസ് 1/t dt. ഇൻറ്റഗ്രൽ ഓഫ് 1/t is log t plus c. Now replace t by 1 + x². t ഉള്ള സ്ഥലത്ത് നമ്മൾ tക്ക് എന്താണോ നേരത്തെ എടുത്തിരിക്കുന്നത് ആ ഫംഗ്ഷൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. log of 1 + x² plus c. So answer is log 1 + x² plus c. Second one, integral log x whole square divided by x dx. Now we know that derivative of log x is 1/x. log xന്റെ ഡെറിവേറ്റീവ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് ഫംഗ്ഷൻ ആണ്. എഫ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു എഫ് ഡാഷ് ഓഫ് എക്സ്, ആ ഫോമിലാണ് ഇരിക്കുന്നത്. ഫംഗ്ഷൻ അതിൻ്റെ ഡെറിവേറ്റീവ് 1/x ഉണ്ട്. log x ഹോൾ സ്ക്വയർ ഇൻറ്റു 1/x, എഫ് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ ഇൻറ്റു 1/x. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും log x ഉണ്ട്, അതിൻ്റെ ഡെറിവേറ്റീവ് ഉണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ log xനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്.
take log x is equal to t. Derivative of log x is 1 by x dx. So 1 by x dx is equal to dt. So given integral becomes t square dt. Integral of t square dt. Integral of t square is t cube divided by 3. Integral of x raised to n is x raised to n plus 1 divided by n plus 1 plus c. Integral of t square is t cube divided by 3 plus c. Now replace t by log x. So answer is log x whole cube divided by 3 plus c. Now third one, integral 1 by x plus x log x dx. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇവിടെ ഫംഗ്ഷനും അതിൻ്റെ ഡെറിവേറ്റീവ് കാണുന്നില്ല. പക്ഷേ ഈ ഡിനോമിനേറ്ററിൽ എക്സ് കോമൺ ആണ്. എക്സ് കോമൺ ആയിട്ട് പുറത്തേക്ക് വെക്കാം. ടേക്ക് എക്സ് ഔട്ട്സൈഡ്, വി ഗെറ്റ് എക്സ് ഇൻറ്റു 1 പ്ലസ് ലോഗ് എക്സ്. ഇവിടെ 1 പ്ലസ് ലോഗ് എക്സ് ഉണ്ട്. ലോഗ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ബൈ എക്സ് ആണ്. ഡെറിവേറ്റീവ് ഓഫ് 1 ഇസ് 0. സോ ഡെറിവേറ്റീവ് ഓഫ് 1 പ്ലസ് ലോഗ് എക്സ് ഇസ് 1 ബൈ എക്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ, അതിൻ്റെ ഡെറിവേറ്റീവ് ആണ് ഇവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഫംഗ്ഷന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. 1 പ്ലസ് ലോഗ് എക്സ് ഈക്വൽ ടു ടി. ഫംഗ്ഷൻ ഉണ്ട്, അതിൻ്റെ ഡെറിവേറ്റീവ് ഉണ്ട്. ഈ ഫംഗ്ഷനെ നമ്മൾ ടി ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന പ്രോബ്ലം സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യും. സോ ടേക്ക് 1 പ്ലസ് ലോഗ് എക്സ് ഇസ് ഈക്വൽ ടു ടി. ഡെറിവേറ്റീവ് ഓഫ് 1 പ്ലസ് ലോഗ് എക്സ് ഇസ് 1 ബൈ എക്സ് ഡി എക്സ്. Derivative of 1 0, derivative of log x 1 by x. So 1 by x dx is equal to dt. So this 1 by x dx is equal to dt. So this integral becomes 1 by t. ഇതാണ് നമ്മുടെ t. So this integral becomes 1 by t dt. Integral of 1 by t is log of modulus t plus c. Now replace this t by 1 plus log x. So log of 1 plus log x plus c. So answer is log of modulus 1 plus log x plus c. Now fourth one, integral sin x into sin of cos x dx. Okay, sin of cos x. f of g of x ആ ഫോമിലാണ് ഇത് ഇരിക്കുന്നത്. f of g of x into g dash of x. cos x ന്റെ ഡെറിവേറ്റീവ് ആണ് sin x. അതുകൊണ്ട് നമ്മൾ cos x നാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്. ഫംഗ്ഷൻ ഉണ്ട്, g of x ഉണ്ട്, അതിൻ്റെ ഡെറിവേറ്റീവ് g dash of x ഇവിടെ ഉണ്ട്. ഒരു മൈനസിൻ്റെ വ്യത്യാസമുണ്ട്. മൈനസോ കോൺസ്റ്റൻറ്റിൻ്റെ വ്യത്യാസം വന്നാൽ ഒരു കുഴപ്പമില്ല, നമുക്കത് ഡിറ്റിൻ്റെ കൂടെ എടുക്കാവുന്നതേ ഉള്ളൂ. ഈ ഫംഗ്ഷനും അതിൻ്റെ ഡെറിവേറ്റീവും കാണുമ്പോൾ നമ്മൾ ഫംഗ്ഷന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. cos x equal to t. Derivative of cos x is minus sin x. So minus sin x dx is equal to dt. So sin x dx is equal to minus dt. ഈ sin x dxന് പകരം മൈനസ് ഡി ടി എന്ന് എഴുതണം. cos x ഉള്ള സ്ഥലത്ത് t എന്ന് എഴുതണം. സോ ഗിവൻ ഇന്റഗ്രൽ ബിക്കംസ് സൈൻ ടി. ഇതാണ് നമ്മുടെ ടി, സൈൻ ടി. ഇത് രണ്ടും ചേർന്നിട്ട് മൈനസ് ഡി ടി ആയിട്ട് വരും. നൗ ടേക്ക് മൈനസ് സൈൻ ഔട്ട്സൈഡ് ദ ഇന്റഗ്രൽ. മൈനസ് ഇന്റഗ്രൽ സൈൻ ടി ഡി ടി. ഇന്റഗ്രൽ ഓഫ് സൈൻ ടി ഇസ് മൈനസ് കോസ് ടി. സോ ദിസ് മൈനസ് ഇൻറ്റു മൈനസ് ബിക്കംസ് പ്ലസ് കോസ് ടി പ്ലസ് സി. നൗ റീപ്ലേസ് ടി ബൈ കോസ് എക്സ്. സോ ആൻസർ ഇസ് കോസ് ഓഫ് കോസ് എക്സ് പ്ലസ് സി. Okay, replace t by cos x. So we get cos of cos x plus c. ലാസ്റ്റ് ആൻസർ എപ്പോഴും എക്സ് എന്ന് പറഞ്ഞ വേരിയബിൾ തന്നെ ഉണ്ടാവണം. ടീനെ മാറ്റിയിട്ട് എക്സിലേക്ക് കൊണ്ടുവരണം. Now fifth one, sin of ax plus b cos of ax plus b dx. സൈനിൻ്റെ ഡെറിവേറ്റീവ് ആണ് cos x. ഫംഗ്ഷൻ ഉണ്ട്, അതിൻ്റെ ഡെറിവേറ്റീവ് ഉണ്ട്. ഒരു കോൺസ്റ്റൻറ്റിൻ്റെ വ്യത്യാസം ഉണ്ടാകും, അത് നമ്മൾ ഡിറ്റിൻ്റെ കൂടെ അങ്ങ് എടുത്തേക്കാം. അപ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് നമുക്കിതിനെ സോൾവ് ചെയ്യാൻ പറ്റും. സോ ടേക്ക് സൈൻ എ എക്സ് പ്ലസ് ബി ഈക്വൽ ടു ടി. ഡെറിവേറ്റീവ് ഓഫ് സൈൻ എ എക്സ് പ്ലസ് ബി ചെയിൻ റൂൾ അപ്ലൈ ചെയ്യണം. ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഇസ് കോസ്. സോ കോസ് എ എക്സ് പ്ലസ് ബി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എ എക്സ് പ്ലസ് ബി. ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് ജി ഓഫ് എക്സ് ഇസ് എഫ് ഡാഷ് ഓഫ് ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ്. ചെയിൻ റൂളാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. Derivative of sin is cos. So cos ax plus b into derivative of ax plus b. Derivative of ax plus b is a. ax derivative is a. Derivative of b constant is 0. So derivative of ax plus b is a. So cos ax plus b into a dx equal to dt. So cos ax plus b dx is equal to dt by a. ഈ കോൺസ്റ്റന്റിനെ ഇപ്പുറത്തേക്ക് എടുക്കണം. അങ്ങനെ എടുത്തു കഴിയുമ്പോൾ കോസ് എ എക്സ് പ്ലസ് ബി ഡി എക്സിന് പകരം നമുക്ക് എന്ത് എഴുതാം? ഡി ടി ബൈ എ എന്ന് എഴുതാം. സൈൻ എ എക്സ് പ്ലസ് ബി ഇസ് ടി, കോസ് എ എക്സ് പ്ലസ് ബി ഡി എക്സ് ഇസ് ഡി ടി ബൈ എ. സോ ഇന്റഗ്രൽ ടി ഡി ടി ബൈ എ. നൗ ടേക്ക് 1 by a outside the integral. 1 by a into integral
t dt. Integral of t is t square by 2. So 1 by a t square by 2 plus c. Now replace t by sin ax plus b. So we get 1 by 2a. Okay, a into 2 is 1 by 2a. 1 by a into 2 is 1 by 2a sin ax plus b whole square plus c. Now sixth one, integral root of ax plus b dx. f of ax plus b ആ ഫോർമുല എഴുതിയിരിക്കുന്നത് f of x root x ആണ്. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ax plus bക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ax plus b is equal to t. Derivative of ax plus b is a dx. Derivative of t is dt. Okay, so dx is equal to dt by a. So this integral becomes root of t. ax plus b is t. So root of t dx ന് പകരം dt by a എന്ന് എഴുതണം. So integral is root t dt by a. Now take 1 by a outside the integral. 1 by a. Root t is t raised to 1 by 2. Now integral of t raised to 1 by 2 is t raised to 1 by 2 plus 1 divided by 1 by 2 plus 1. 1 by 2 plus 1 is 3 by 2. So 1 by a t raised to 3 by 2 divided by 3 by 2 plus c. Now 1 by 3 by 2. Take reciprocal of 3 by 2. Reciprocal of 3 by 2 is 2 by 3. So 1 by a into 2 by 3 t raised to 3 by 2 plus c. Now replace this t by ax plus b. So we get 2 by 3a ax plus b whole raised to 3 by 2 plus c. Now seventh one, integral x into root of x plus 2 dx. ഇതിന് നമുക്ക് ഡയറക്റ്റ് ഇൻ്റഗ്രൽ ചെയ്യാൻ പറ്റില്ല. ഇത് സ്റ്റാൻഡേർഡ് ഫോമിലല്ല ഇരിക്കുന്നത്. നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലൂടെ ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൊണ്ടുവരണം. നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത് എക്സ് പ്ലസ് ടുവിനാണ്. എക്സ് പ്ലസ് ടു ഇസ് ഈക്വൽ ടു ടി. സോ ദിസ് എക്സ് ഇസ് ഈക്വൽ ടു ടി മൈനസ് ടു. എക്സ് ഉള്ള സ്ഥലത്ത് ടി മൈനസ് ടു നമുക്ക് എഴുതാൻ പറ്റും. എക്സ് പ്ലസ് ടുവിന് ടി ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്. സോ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി. സോ ദിസ് ഇൻ്റഗ്രൽ ബിക്കംസ് ഇൻ്റഗ്രൽ എക്സ് ഇസ് t minus 2. Okay, take this 2 to RHS. X is equal to t minus 2. Root of x plus 2 is t. So t minus 2 into root t dt. Root t is t raised to 1 by 2. P t raised to 1 by 2 കൊണ്ട് രണ്ട് ടേംസിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. t into t raised to 1 by 2 minus 2 into t raised to 1 by 2. Now x raised to n into x raised to m is x raised to m plus n. t raised to 1 into t raised to 1 by 2 is t raised to 1 plus 1 by 2. ബേസ് സെയിം ആണ്. അന്നേരം നമ്മൾ പവർ ആഡ് ചെയ്യണം. t raised to 1 plus 1 by 2 is t raised to 3 by 2. ഓക്കെ, ഇവിടുത്തെ പവർ ആഡ് ചെയ്യണം. 1 plus 1 by 2 is t raised to 1 into t raised to 1 by 2 is t raised to 3 by 2. പിന്നെ സെക്കൻഡ് ടേം എന്താ? മൈനസ് 2 into t raised to 1 by 2. സോ ഇൻ്റഗ്രൽ t raised to 3 by 2 മൈനസ് 2 ഇൻറ്റു ടി റേസ് ടു 1 by 2 dt. ഇനിയാണ് നമ്മൾ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത് സ്റ്റാൻഡേർഡ് ഫോമിലല്ല. ഇതുപോലെ വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് നമുക്ക് ഇൻ്റഗ്രൽ കാണാൻ പറ്റൂല. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലൂടെ നമ്മളതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇതിപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു എൻ ഡി എക്സ് ആ ഫോമിലാണുള്ളത്. ഇൻ്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു എൻ ഇസ് എക്സ് റേസ് ടു എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1. ഇൻ്റഗ്രൽ ഓഫ് ടി റേസ് ടു 3 by 2 dt is 3 raised to 3 by 2 plus 1 divided by 3 by 2 plus 1. 3 by 2 plus 1 is 5 by 2. So t raised to 5 by 2 divided by 5 by 2. Second term minus 2. Integral of t raised to 1 by 2 is t raised to 1 by 2 plus 1 divided by 1 by 2 plus 1. 1 by 2 plus 1 is 3 by 2. So second term is minus 2 t raised to 3 by 2 divided by 3 by 2. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് ഈ 5 by 2ൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ ഇവിടെ 3 by 2ൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 2 by 5 t raised to 5 by 2 minus 2 into 2 by 3 that is 4 by 3 minus 4 by 3 t raised to 3 by 2 plus c. Now replace t by x plus 2. So 2 by 5 x plus 2 whole raised to 5 by 2 minus 4 by 3 x plus 2 whole raised to 3 by 2 plus c. Now next one, integral x into root of 1 plus 2x square dx. x സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവിൽ വരുന്ന ടേം ആണ് എക്സ്. അപ്പോൾ ഇവിടെ വേരിയബിൾ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നും ആലോചിക്കാനില്ല, 1 plus 2x സ്ക്വയറിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ഇതിൻ്റെ ഡെറിവേറ്റീവ് ആണ് ഇവിടെ ഇരിക്കുന്നത്. കോൺസ്റ്റൻറ്റിൻ്റെ വ്യത്യാസം ഉണ്ടാകും. കോൺസ്റ്റൻറ്റ് നമുക്ക് ഒരു പ്രശ്നവുമില്ല, ഡി ടിയുടെ കൂടെ എടുക്കാവുന്നതേ ഉള്ളൂ.
വേരിയബിൾ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ഇൻറ്റഗ്രൽ ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നത്. കോൺസ്റ്റന്റിന്റെ വ്യത്യാസം വന്നാൽ ഒരു കുഴപ്പമില്ലാണ്ട് നമുക്ക് ഇൻറ്റഗ്രൽ ചെയ്യാം. കോൺസ്റ്റന്റ് പുറത്ത് വെച്ചിട്ട് ഇൻറ്റഗ്രേഷൻ ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് 1 + 2x² നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്. അതിന്റെ ഡെറിവേറ്റീവ് ഇവിടെ ഉണ്ട്. 1 + 2x² = t. Take 1 + 2x² = t. Derivative of 1 0. Derivative of 2x² is 2 into 2x. Derivative of x² is 2x. So 2 into 2x dx is equal to dt. So 4x dx is equal to dt. X dx is equal to dt by 4. ഇപ്പോൾ ഈ കോൺസ്റ്റന്റ് 4നെ ഡി ടിയുടെ കൂടെ എടുക്കണം. അപ്പോൾ x² ഡെറിവേറ്റീവ് എക്സ് കാണുമ്പോൾ തന്നെ നമ്മൾ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ, ഇതിനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത് മനസ്സിലാക്കണം. ഇപ്പോൾ ഇവിടെ √t എന്ന് വരും. എക്സ് ഡി എക്സിന് പകരം dt/4 എന്ന് വരും. 1/4 കോൺസ്റ്റന്റ് ഇന്റഗ്രലിന്റെ പുറത്ത് വെക്കണം. ഇന്റഗ്രൽ ഓഫ് √t is t⁻². So 1/4 integral t⁻² dt. Integral of x⁻n is x⁻n+1 divided by n+1. Integral of t⁻² is t⁻² + 1 divided by 1/2 + 1. So 1/4 t⁻² + 1 divided by 1/2 + 1 plus c. Now 1/2 + 1 is 3/2. So t⁻³ divided by 3/2 plus c. Okay, ഇവിടെ ഒരു പ്ലസ് സി ഉണ്ട്, അത് ലാസ്റ്റ് ഇവിടെ ചേർത്തിട്ടുണ്ട്. So 1/4, now multiplying by reciprocal of 3/2, we get 2/3. 1/4 into 2/3 t⁻³/2. Now replace t by 1 + 2x². So 2 ഇവിടെ ഒരു 2 ക്യാൻസൽ ചെയ്ത് പോകും. 2 into 3 is 6. ഇവിടെ ഒരു 2 ക്യാൻസൽ ചെയ്യണം. So 1/2 into 3. 1/2 into 3. 2 into 3 is 6. 1/6. Now replace t by 1 + 2x². We get 1 + 2x² whole raised to 3/2 plus c. So answer is 1/6 into 1 + 2x² whole raised to 3/2 plus c. Now next one, integral 4x + 2 into √(x² + x + 1 dx. x² ഡെറിവേറ്റീവും എക്സിന്റെ ഡെറിവേറ്റീവും ഒക്കെ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ഒരു 2 കോമൺ ആയിട്ട് പുറത്തു വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഡെറിവേറ്റീവ് ആണിത്. 2 കോമൺ ആയിട്ട് പുറത്തു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കിട്ടുന്നത് 2x + 1. x² ഡെറിവേറ്റീവ് 2x, എക്സിന്റെ ഡെറിവേറ്റീവ് 1, 1ന്റെ ഡെറിവേറ്റീവ് 0. അതുകൊണ്ട് x² + x + 1നാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്. ഇതാണ് ഫംഗ്ഷൻ, അതിന്റെ ഡെറിവേറ്റീവ് ഇവിടെ ഉണ്ട്. 2 കോമൺ ആയിട്ട് പുറത്തു വെച്ചാൽ മതി, ഇതിന്റെ ഡെറിവേറ്റീവ് നമുക്ക് ഇവിടെ കിട്ടും. So take x² + x + 1 = t. ആ പ്രോബ്ലം കാണുമ്പോൾ തന്നെ നമുക്ക് ഏതിനാ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടതെന്ന് മനസ്സിലാവും. ഇതാണ് ഫംഗ്ഷൻ, അതിന്റെ ഡെറിവേറ്റീവ് ഇവിടെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. 2 കോമൺ ആയിട്ട് പുറത്തു വെച്ചാൽ മതി, നമുക്ക് അതിന്റെ ഡെറിവേറ്റീവ് കിട്ടും. So take x² + x + 1 = t. Differentiating, we get x² + 1 dx is equal to dt. Now this integral, take 2 outside, 2 into 2x + 1 √(x² + x + 1 dx. Now taking 2 outside, 2 into integral, now this is our t, so √t 2x + 1 dx is dt. So given integral becomes 2 into integral √t dt. √t is t⁻². Now this is of the form integral x⁻n. Integral of x⁻n is x⁻n + 1 divided by n + 1. So integral of t⁻² is t⁻² + 1 divided by 1/2 + 1. Now 1/2 + 1 is 3/2. So t⁻³ divided by 3/2 plus c. Now take reciprocal of 3/2. 2 into 2/3. Reciprocal of 3/2 is 2/3. Divided by 3/2. So into reciprocal of 3/2, which is 2 into 2/3 t⁻³ plus c. 2 into 2/3 is 4/3. So 4/3 t⁻³ plus c. Now replace t by x² + x + 1. So we get 4/3 x² + x + 1 whole raised to 3/2 plus c. Integral 1/x into √x dx. ഈ പ്രോബ്ലം കാണുമ്പോൾ നമുക്ക് ഇവിടെ ഫംഗ്ഷനോ അതിന്റെ ഡെറിവേറ്റീവോ ഒന്നും നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? എക്സിനെ √x into √x ആയിട്ട് എഴുതണം. Write x as √x into √x. √x whole square is x. Now we can take √x outside. √x is common. Take √x outside. So we get 1/√x into √x - 1 dx.
ഇപ്പോൾ ഇവിടെ ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ, അതിൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ ഉണ്ട്. റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1/2 റൂട്ട് എക്സ് ആണ്. 1/2 റൂട്ട് എക്സ്. ഇപ്പോൾ 1/റൂട്ട് എക്സ് നമുക്കിവിടെ കിട്ടുന്നത് കൊണ്ട് റൂട്ട് എക്സ് മൈനസ് 1ന് ടി ആയിട്ട് നമ്മൾ എടുക്കണം. എക്സ് മൈനസ് റൂട്ട് എക്സ് ആണ് ഇവിടെ ഇരിക്കുന്ന ഫംഗ്ഷൻ. 1/x മൈനസ് റൂട്ട് എക്സ് ആണ് ഇവിടെ ഇരിക്കുന്ന ഫംഗ്ഷൻ. ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ആദ്യം എക്സിനെ റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് ആയിട്ട് എഴുതണം. അതിനുശേഷം റൂട്ട് എക്സ് കോമൺ ആയിട്ട് പുറത്തെടുക്കണം. എന്നിട്ട് റൂട്ട് എക്സ് മൈനസ് 1ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. റൂട്ട് എക്സ് മൈനസ് 1 ഈക്വൽ ടു ടി. ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് ഇസ് 1/2 റൂട്ട് എക്സ് ഡി എക്സ്. ഈ കോൺസ്റ്റന്റ് ഇങ്ങോട്ടേക്ക് എടുക്കാം. 1/റൂട്ട് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു 2dt. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന 1/റൂട്ട് എക്സ് ഡി എക്സിന് പകരം 2dt എന്ന് കിട്ടും. ഈ ഡിനോമിനേറ്ററിനാണ് നമ്മൾ ടി എടുത്തിരിക്കുന്നത്. സോ ദിസ് ഇന്റഗ്രൽ ബിക്കംസ് 1/t ഇൻറ്റു 2dt. ഇതാണ് നമ്മുടെ ടി. സോ 1/t. 1/റൂട്ട് എക്സ് ഇൻറ്റു ഡി എക്സ് ഇത് രണ്ടും ചേർന്നിട്ട് 2dt എന്ന് കിട്ടും. നൗ വി ക്യാൻ ടേക്ക് 2 ഔട്ട്സൈഡ്. 2 ഇൻറ്റു ഇന്റഗ്രൽ 1/t dt. Integral of 1/t is log modulus of t plus c. Now replace t by root x minus 1. So we get 2 into log modulus root x minus 1 plus c. Now next one, integral x by root of x plus 4. Okay, x divided by root of x plus 4. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് x plus 4ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ഇവിടെ x plus 4ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ എക്സിനെ നമുക്ക് ടിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. സോ പുട്ട് x plus 4 ഈക്വൽ ടു ടി. അപ്പോൾ ഇതിനെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ x plus 4 ഈക്വൽ ടു ടി. സോ ഡി എക്സ് ഡിഫറൻഷിയേറ്റിംഗ് വി ഗെറ്റ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി. From this equation, x is equal to t minus 4. X is equal to, take 4 to RHS, x is equal to t minus 4. So this integral becomes x ന് പകരം t minus 4 എന്ന് എഴുതണം. x plus 4 ഉള്ള സ്ഥലത്ത് t എന്ന് എഴുതണം. So integral t minus 4 divided by root t dt. Root t is t raised to 1/2. 1/root is t raised to minus 1/2. Now multiplying these two terms by t raised to minus 1/2, we get t into t raised to minus 1/2 minus 4 into t raised to minus 1/2. t into t raised to minus 1/2, that is t raised to 1 plus minus 1/2, that is 1 minus 1/2. 1 minus 1/2 is 1/2. So first term is t raised to 1/2. Now second term 4 into t raised to minus 1/2 minus 4 into t raised to minus 1/2, that is minus 4 t raised to minus 1/2. അവിടെ സിംപ്ലിഫൈ ചെയ്യാനൊന്നുമില്ല, ആ ഒരു ടേം മാത്രമേ ഉള്ളൂ. ടി റേസ് ടു മൈനസ് 1/2 മാത്രമേ ഉള്ളൂ. സോ വി ഗെറ്റ് ഇന്റഗ്രൽ ടി റേസ് ടു 1/2 മൈനസ് 4 ടി റേസ് ടു മൈനസ് 1/2 ഡി ടി. ദിസ് ഇസ് ഓഫ് ദ ഫോം ഇന്റഗ്രൽ എക്സ് റേസ് ടു എൻ ഡി എക്സ്. ഇന്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു എൻ ഇസ് എക്സ് റേസ് ടു എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1. ഇന്റഗ്രൽ ഓഫ് ടി റേസ് ടു 1/2 ഇസ് t raised to 1/2 plus 1 divided by 1/2 plus 1. 1/2 plus 1 divided by 1/2 plus 1. ഓക്കെ, പവറിൻ്റെ കൂടെ 1 ആഡ് ചെയ്യണം, ആ നമ്പർ കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യണം. ഇവിടെ t raised to minus 1/2, അതിൻ്റെ ഇൻറ്റഗ്രൽ t raised to minus 1/2 plus 1 divided by minus 1/2 plus 1. t raised to 1/2 plus 1, 1/2 plus 1 is 3/2. So t raised to 3/2 divided by 3/2 into വരുന്ന സമയത്ത് 3/2ൻ്റെ റെസിപ്രോക്കൽ 2/3 എഴുതണം. So 2/3 t raised to 3/2 minus 4 into minus 1/2 plus 1 is 1/2. So t raised to 1/2 divided by 1/2. 1/2ൻ്റെ റെസിപ്രോക്കൽ 2/1. So minus 4 into 2/1 t raised to 1/2 plus c. Now replace t by x plus 4. So we get 2/3 x plus 4 raised to 3/2 minus 4 into 2 is 8. 8 into x plus 4 raised to 1/2 plus c. Integral x cube minus 1 whole raised to 1/3 into x raised to 5 dx. ഇപ്പോൾ ഇവിടെ നമുക്ക് പെട്ടെന്ന് ഫംഗ്ഷനും അതിൻ്റെ ഡെറിവേറ്റീവ് ഒന്നും കാണാൻ പറ്റുന്നില്ല എങ്കിലും എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x², അതായത് x² എന്ന് പറഞ്ഞ ടേം അവിടെ വരും. ഈ എക്സ് റേസ് ടു 5നെ എക്സ് ക്യൂബ് ഇൻറ്റു x² എന്ന് എഴുതാം. അതായത് ഇവിടെ ഒരു x² ടേം ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ എക്സ് ക്യൂബ് മൈനസ് 1 ഈക്വൽ ടു ടി എന്നാണ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് ഇവിടെ നിന്ന് നമുക്ക് കിട്ടും. സോ ടേക്ക് എക്സ് ക്യൂബ് മൈനസ് 1 ഈക്വൽ ടു ടി. ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് ഇസ് 3x² dx. So x² dx is equal to dt by 3.
Now write x raised to 5 as x raised to 3 into x raised to 2. Now from this equation, x cube is t plus 1. Minus 1 in t plus 1. So I is equal to integral x cube minus 1 whole raised to 1 by 3. X raised to 5 in x cube into x square dx x square dx in pagaram dt by 3 എഴുതണം. x cube in t plus 1 എന്ന് കിട്ടും. x cube minus 1 നാണ് നമ്മൾ t എന്ന് കൊടുത്തിരിക്കുന്നത്. t raised to 1 by 3. So this integral becomes integral t raised to 1 by 3 t plus 1 dt by 3. Okay, എല്ലാ ടേംസിനെയും ടിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. x raised to 5 x cube into x square എന്ന് എഴുതണം. x square dx പകരം dt by 3 എന്ന് കിട്ടും. x cube is t plus 1, x cube minus 1 is t raised to 1 by 3. എല്ലാ ടേംസും ടിയിലേക്ക് കൺവേർട്ട് ചെയ്തു. Now multiply these two terms by t raised to 1 by 3. t into t raised to 1 by 3 plus 1 into t raised to 1 by 3. Now we can take 1 by 3 outside the integral. So 1 by 3 t into t raised to 1 by 3 is t raised to 1 by 3 plus 1. Then 1 into t raised to 1 by 3 is t raised to 1 by 3. So integral t raised to 1 by 3 plus 1 plus t raised to 1 by 3 dt. 1 by 3 plus 1 is 4 by 3. 1 plus 3 by 3. That is 4 by 3. So 1 by 3 integral t raised to 4 by 3 plus t raised to 1 by 3 dt. ഇപ്പോൾ ഈ ഇൻ്റഗ്രൽ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇപ്പോൾ നമ്മൾ ഈ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ എന്താ? എക്സ് ക്യൂബ് മൈനസ് 1 ഈക്വൽ ടു ടി. ബാക്കി ടേംസ് ഒക്കെ നമുക്ക് ടിയിലേക്ക് കൺവേർട്ട് ചെയ്യാം. സ്റ്റാൻഡേർഡ് ഫോം കിട്ടും. ഇൻ്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു എൻ എസ് എക്സ് റേസ് ടു എൻ പ്ലസ് 1 ഡിവൈഡ് ബൈ എൻ പ്ലസ് 1. ആ ഫോമുല ഇവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സൊല്യൂഷൻ കണ്ടുപിടിക്കാം. ഇൻ്റഗ്രൽ ഓഫ് ടി റേസ് ടു 4 by 3 t raised to 4 by 3 plus 1 divided by 4 by 3 plus 1. Integral of t raised to 1 by 3 is t raised to 1 by 3 plus 1 divided by 1 by 3 plus 1. Now 4 by 3 plus 1 is 4 plus 3 whole divided by 3. 4 plus 3 is 7 by 3. So t raised to 7 by 3 divided by 7 by 3 ആണ്. അത് into ചെയ്യുന്ന സമയത്ത് 3 by 7 plus t raised to 1 by 3 plus 1. 1 by 3 plus 1 is 1 plus 3 whole divided by 3. 1 plus 3 is 4. So t raised to 4 by 3 divided by 4 by 3 ഉണ്ടാകും into 3 by 4. 4 by 3യുടെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. So into 3 by 4 t raised to 4 by 3 plus c. ഇപ്പോൾ ഇവിടെ ബ്രാക്കറ്റിന്റെ പുറത്തൊരു 1 by 3 ഉണ്ട്. ഈ 1 by 3നെ ബ്രാക്കറ്റിന്റെ അകത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് ഈ 3 ക്യാൻസൽ ചെയ്തു പോകും. അതുപോലെ ഈ 3യും ക്യാൻസൽ ചെയ്തു പോകും. So first term is 1 by 7 t raised to 7 by 3 plus second term 1 by 4 t raised to 4 by 3. Now replace t by x cube minus 1. So 1 by 7 x cube minus 1 whole raised to 7 by 3 plus 1 by 4 x cube minus 1 whole raised to 4 by 3 plus c. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് എക്സ് ക്യൂബ് മൈനസ് 1ന് സബ്സ്റ്റിറ്റ്യൂഷൻ ടി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് വരും. ഇന്റഗ്രൽ ഓഫ് എക്സ് റേസ് ടു എൻ ഡി എക്സ് ആ സ്റ്റാൻഡേർഡ് റിസൾട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടും. Now next one, integral x square divided by 2 plus 3x cube whole cube dx. ഇപ്പോൾ ഇവിടെ എക്സ് ക്യൂബ് ഉണ്ട്, അതിന്റെ ഡെറിവേറ്റീവ് വരുന്ന ടേം ഇവിടെ ന്യൂമറേറ്ററിലുണ്ട്. 2 plus 3x ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്താ? Derivative of 2 is 0. Derivative of 3x cube is 3 into 3x square. That is 9x square. ആ എക്സ് സ്ക്വയർ ടേം ഇവിടെ ന്യൂമറേറ്ററിലുണ്ട്. അതായത് ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവിൽ വരുന്ന ടേം ആണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ ഡിനോമിനേറ്ററിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. 2 plus 3x cube equal to t. Differentiating we get 3 into 3x square dx is equal to dt. That is 9x square dx is equal to dt. x square dx is equal to dt by 9. അതുകൊണ്ട് ഈ എക്സ് സ്ക്വയർ ഡി എക്സിന് പകരം നമുക്ക് എന്ത് എഴുതാം? ഡി ടി ബൈ 9 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിലാണ് നമ്മുടെ ടി ഇരിക്കുന്നത് 1 by t cube. So the integral becomes integral 1 by t cube dt by 9. ഇവിടെ പവർ 3 ആണ്. ഇതിനെയാണ് നമ്മൾ ടി ആയിട്ട് എടുത്തിരിക്കുന്നത്. 1 by t cube dt by 9. x square dx is dt by 9. So given integral becomes integral 1 by t cube dt by 9. We can take 1 by 9 constant outside the integral. So we get 1 by 9 integral 1 by t cube is t raised to minus 3. Integral t raised to minus 3 dt.
Integral of x raised to n is x raised to n plus 1 divided by n plus 1. Integral of t raised to minus 3 is t raised to minus 3 plus 1. Minus 3 plus 1 is minus 2. So t raised to minus 2 divided by minus 2 plus c. Multiply 1 by 9 by this 1 by minus 2. Minus varum 9 into 2 18. Minus 1 by 18. Okay. 9 into 2 is 18. Plus into minus is minus. Minus 1 by 18. If constant multiply ചെയ്യുമ്പോൾ minus 1 by 18 കിട്ടും. T raised to minus 2 is 1 by t square. So 1 by t square plus c. Now replace t by 2 plus 3x cube. So minus 1 by 18. T square and t ഉള്ള സ്ഥലത്ത് 2 plus 3x cube എന്ന് എഴുതണം. 2 plus 3x cube whole square plus c. So answer is minus 1 by 18 into 2 plus 3x cube whole square plus c. Integral 1 by x into log x whole raised to m. ഇപ്പോൾ log x ന്റെ ഡെറിവേറ്റീവ് 1 by x ഇവിടെ ഉണ്ട്. So substitution is log x equal to t. Take log x equal to t. Derivative of log x is 1 by x. So we get 1 by x dx is equal to dt. So this integral becomes 1 by t raised to m. Log x ന് t എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ t raised to m കിട്ടും. ഡിനോമിനേറ്ററിലാണ് ഇരിക്കുന്നത്. So 1 by t raised to m dt. 1 by x dx ന് പകരം dt എന്ന് വരും. Now 1 by t raised to m is t raised to minus m. So integral t raised to minus m dt, that is t raised to minus m plus 1 divided by minus m plus 1 plus c. Now replace t by log x. So answer is log x raised to minus m plus 1. Minus m plus 1 is 1 minus m. So log x raised to 1 minus m divided by 1 minus m plus c. Integral x divided by 9 minus 4x square. x square ഡെറിവേറ്റീവിൽ വരുന്ന ടേം ആണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ 9 minus 4x square equal to t. ഇതിനാണ് ഈ ഡിനോമിനേറ്ററാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്. Take 9 minus 4x square equal to t. Derivative of 9 0. Derivative of minus 4x square is minus 4 into 2x. That is minus 8x dx is equal to dt. So x dx is equal to, so x dx is equal to dt divided by minus 8. So this integral becomes 1 by t. ഇതിനാണ് നമ്മൾ t എന്ന് കൊടുത്തിരിക്കുന്നത്. So 1 by t x dx ന് പകരം dt by minus 8 എന്ന് എഴുതണം. Now take this constant minus 1 by 8 outside the integral. So minus 1 by 8. Integral of 1 by 8 is log modulus of t plus c. That is minus 1 by 8 log, replace t by 9 minus 4x square. So minus 1 by 8 log modulus 9 minus 4x square plus c. Now 16th one, integral e raised to 2x plus 3 dx. വളരെ എളുപ്പമാണ്. പ്രോബ്ലം കാണുമ്പോൾ തന്നെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം അല്ലേ. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാണ്ട് തന്നെ നമുക്ക് ഇത് ഡയറക്റ്റ് ആൻസർ എഴുതാം. e raised to 2x plus 3 divided by 2. ഇതിന്റെ ഡെറിവേറ്റീവ് 2 വരും, അത് ഡിനോമിനേറ്ററിലേക്ക് വരും. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. f of ax plus b, ആ ഫോമിലാണ് ഈ പ്രോബ്ലം ഇരിക്കുന്നത്. f of ax plus b, take ax plus b equal to t. Derivative of 2x is 2 dx. Derivative of 3 0. So derivative of 2x plus 3 is 2 dx. 2 dx is equal to dt. So dx is equal to dt by 2. So we get e raised to t dt by 2. Take 1 by 2 outside. 1 by 2 into integral e raised to t dt. Integral of e raised to t is e raised to t. So 1 by 2 e raised to t plus c. Now replace t by 2x plus 3. So answer is 1 by 2 e raised to 2x plus 3 plus c. Integral x divided by e raised to x square dx. x square ഡെറിവേറ്റീവിൽ വരുന്ന ടേം ആണ് ഇവിടെ ഇരിക്കുന്നത്. So substitution is for x square. Let x square equal to t. Derivative of x square is 2x dx. 2x dx is equal to dt. X dx is equal to dt by 2. Take 2 to RHS. dt by 2. So this integral becomes 1 by e raised to t. x square ആണ് നമ്മൾ t എന്ന് എടുത്തിരിക്കുന്നത്. So e raised to t എന്ന് വരും. 1 by e raised to t. Now take 1 by 2 outside the integral. 1 by 2 into integral 1 by e raised to t is e raised to minus t. ന്യൂമറേറ്ററിലേക്ക് പോകുമ്പോൾ പവർ മൈനസ് വരും. e raised to minus t. 1 by e raised to t is e raised to minus t dt. Integral of e raised to minus t is e raised to minus t divided by minus 1 plus c. നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ നോക്കിയിട്ടുണ്ട്. Integral of e raised to mx is
ഇ റേസ് ടു എം എക്സ് ഡിവൈഡഡ് ബൈ എം. ഇതിന്റെ ഡെറിവേറ്റീവ് -1 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇ റേസ് ടു -t ഡിവൈഡ് ബൈ -1 പ്ലസ് സി. നൗ റീപ്ലേസ് ടി ബൈ എക്സ് സ്ക്വയർ. സോ ആൻസർ ഇസ് മൈനസ് ഇ റേസ് ടു -x²/2 പ്ലസ് സി. ഓക്കെ, ഈ മൈനസ് ഇവിടെ വരും, 1/2 ഉണ്ട്. സോ -1/2 വരും. റീപ്ലേസ് ടി ബൈ എക്സ് സ്ക്വയർ. സോ മൈനസ് ഇ റേസ് ടു -x²/2. ഇ റേസ് ടു -x² is 1/e raised to x². So answer is -1/2 into e raised to x² plus c. Now next one, integral e raised to tan inverse x divided by 1 plus x² dx. Tan inverse x ഉണ്ട്, അതിന്റെ ഡെറിവേറ്റീവ് 1/1 plus x² ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ ഏതിനാ? tan inverse x is equal to t. f of g of x into g dash of x, അതാണ് ഇവിടെ ഇരിക്കുന്നത്. f of g of x into g dash of x. So take tan inverse x is equal to t. Derivative of tan inverse x is 1/1 plus x² dx equal to dt. So this integral becomes e raised to t. Tan inverse x നാണ് നമ്മൾ t എടുത്തിരിക്കുന്നത്. So e raised to t. Integral e raised to t dt. Integral of e raised to t is e raised to t plus c. Now replace t by tan inverse x. So we get e raised to tan inverse x plus c. Now problem 19, integral e raised to 2x minus 1 divided by e raised to 2x plus 1. ഇവിടെ ഫംഗ്ഷനോ അതിൻ്റെ ഡെറിവേറ്റീവോ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. നമ്മൾ ഇതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കണം. അതായത് ഇ റേസ് ടു 2x ഇസ് ഇ റേസ് ടു എക്സ് ഇൻറ്റു എക്സ്, ആ ഫോമിൽ എഴുതണം. ഇ റേസ് ടു 2x ഇസ് ഇ റേസ് ടു എക്സ് ഇൻറ്റു എക്സ്, പവർ ആഡ് ചെയ്താൽ 2x കിട്ടും. അതുപോലെ തന്നെ ഡിനോമിനേറ്ററിൽ ഇരിക്കുന്ന ഇ റേസ് ടു 2xനെയും ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് എന്ന് എഴുതണം. Take e raised to x as common term, e raised to x into e raised to x minus 1 by e raised to x. e raised to x കോമൺ ആയിട്ട് പുറത്ത് വെക്കുമ്പോൾ 1നെ e raised to x കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതുകൊണ്ടാണ് ഇവിടെ സെക്കൻഡ് ടേം 1 by e raised to x ആയിട്ട് മാറുന്നത്. e raised to x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആദ്യത്തെ ടേം e raised to x into e raised to x വരും, സെക്കൻഡ് ടേം 1 എന്ന് വരും. So when we take e raised to x outside, remaining terms are e raised to x minus 1 by e raised to x. അതുപോലെ തന്നെ ഡിനോമിനേറ്ററിൽ നിന്നും ഒരു ഇ റേസ് ടു എക്സ് കോമൺ ആയിട്ട് പുറത്ത് വെക്കാം. സോ ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് പ്ലസ് 1 ബൈ ഇ റേസ് ടു എക്സ്. നൗ 1 ബൈ ഇ റേസ് ടു എക്സ് ഇസ് ഇ റേസ് ടു മൈനസ് എക്സ്. സോ ദിസ് ബ്രാക്കറ്റ് ഇസ് ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ്. ഇവിടെ ഇരിക്കുന്ന ഈ ഇ റേസ് ടു എക്സ് ക്യാൻസൽ ചെയ്ത് പോകും. ഇ റേസ് ടു എക്സ് മൈനസ് 1 ബൈ ഇ റേസ് ടു എക്സ് ഇസ് ഇ റേസ് ടു മൈനസ് എക്സ്. അതുപോലെ തന്നെ ഡിനോമിനേറ്ററിൽ ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ്. ഇനി നമ്മൾ നോക്കിയാൽ മനസ്സിലാകും ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് ഇവിടെ ഇരിക്കുന്നത്. സോ ടേക്ക് ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് ഈക്വൽ ടു ടി. ഡിനോമിനേറ്ററിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു മൈനസ് എക്സ് ഈക്വൽ ടു ടി. ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു എക്സ് ഇസ് ഇ റേസ് ടു എക്സ്. ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു മൈനസ് എക്സ് ഇസ് ഇ റേസ് ടു മൈനസ് എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് മൈനസ് എക്സ്. ഡെറിവേറ്റീവ് ഓഫ് മൈനസ് എക്സ് ഇസ് -1. അതുകൊണ്ടാണ് ഇവിടെ മൈനസ് വരുന്നത്. മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് -1 ഉണ്ട്, അതുകൊണ്ടാണ് ഈ പ്ലസ് പോയിട്ട് ഇവിടെ മൈനസ് വന്നിരിക്കുന്നത്. ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു മൈനസ് എക്സ് ഇസ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ്. സോ ഡിഫറൻഷിയേറ്റിംഗ് വി ഗെറ്റ് ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു മൈനസ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ഡി ടി. ന്യൂമറേറ്റർ കിട്ടി. ഡിനോമിനേറ്ററിന് ടി എന്ന് എടുത്തു കഴിഞ്ഞാൽ ന്യൂമറേറ്റർ ഡയറക്റ്റ് നമുക്ക് കിട്ടും. So this integral becomes integral 1 by t dt. Integral of 1 by t is log modulus of t plus c. Now replace t by e raised to x plus e raised to minus x. So we get log modulus e raised to x plus e raised to minus x plus c. Next problem, integral e raised to 2x minus e raised to minus 2x divided by e raised to 2x plus e raised to minus 2x dx. ഡിനോമിനേറ്ററിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ന്യൂമറേറ്ററിൽ ഇരിക്കുന്ന ടേംസ് കിട്ടും. ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു 2x ഇസ് ഇ റേസ് ടു 2x ഇൻറ്റു 2. ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു മൈനസ് 2x ഇസ് ഇ റേസ് ടു മൈനസ് 2x ഇൻറ്റു -2. ഇപ്പോൾ ഈ ഡിനോമിനേറ്ററിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിലെ ടേംസ് കിട്ടും. ഒരു കോൺസ്റ്റന്റിന്റെ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ ഡിനോമിനേറ്റർ, ടേക്ക് ഡിനോമിനേറ്റർ ഈക്വൽ ടു ടി. ടേക്ക് ഇ റേസ് ടു 2x പ്ലസ് ഇ റേസ് ടു മൈനസ് 2x ഇസ് ഈക്വൽ ടു ടി. ഡെറിവേറ്റീവ് ഓഫ് ഇ റേസ് ടു 2x ഇസ് ഇ റേസ് ടു 2x ഇൻറ്റു 2. Derivative of e raised to 2x is e raised to 2x into 2. Derivative of e raised to minus 2x is e raised to minus 2x into -2. Now we can take 2 outside. Taking 2 outside we get e raised to 2x minus. ഈ പ്ലസ് ഉള്ളത് ഇവിടെ മൈനസ് ആയിട്ട് വരും.
minus e raised to minus 2x dx is equal to dt. So e raised to 2x minus e raised to minus 2x dx is equal to dt by 2. So this integral becomes 1 by t. ഇതിനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ എടുത്തിരിക്കുന്നത്. 1 by t ന്യൂമറേറ്റർ ചേർന്നിട്ട് dt by 2 എന്ന് വരും. Now take constant 1 by 2 outside the integral. So 1 by 2 integral 1 by t dt. Integral of 1 by t is log modulus of t plus c. Now replace t by e raised to 2x plus e raised to minus 2x. So answer is 1 by 2 log modulus of e raised to 2x plus e raised to minus 2x plus c. Now next one, integral tan square 2x minus 3 dx. Tan square 2x minus 3 dx. f of ax plus b. ആ ഫോർമുല എന്നിരിക്കുന്നത് ഇത് ax plus bക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. പക്ഷെ ഇന്റഗ്രൽ ഓഫ് ടാൻ സ്ക്വയർ ടി നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റില്ല. ടാൻ സ്ക്വയറിനെ സീക്ക് സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യണം. വി നോ ദാറ്റ് 1 plus tan square x is equal to sec square x. So tan square x equal to sec square x minus 1. ടാൻ സ്ക്വയർ വന്നു കഴിഞ്ഞാൽ അതിനെ സീക്ക് സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇന്റഗ്രൽ ഓഫ് സീക്ക് സ്ക്വയർ എക്സ് ടാൻ എക്സ്. സീക്ക് സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രൽ അറിയാം, 1ന്റെ ഇന്റഗ്രൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. 1ന്റെ ഇന്റഗ്രൽ എക്സ് ആണ്. അതുകൊണ്ട് ടാൻ സ്ക്വയർ എക്സിനെ ഇതുപോലെ കൺവേർട്ട് ചെയ്യണം. ടാൻ സ്ക്വയർ 2x മൈനസ് 3 is സീക്ക് സ്ക്വയർ 2x മൈനസ് 3 മൈനസ് 1. ടാൻ സ്ക്വയർ എക്സ് സീക്ക് സ്ക്വയർ എക്സ് മൈനസ് 1. ടാൻ സ്ക്വയർ വൈ ആണെങ്കിൽ സീക്ക് സ്ക്വയർ വൈ മൈനസ് 1. tan square 2x minus 3 is sec square 2x minus 3 minus 1. Tan square 2x minus 3 is sec square 2x minus 3 minus 1. Tan square നെ sec square x ലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇവിടെ x ന് പകരം 2x minus 3 ആണിരിക്കുന്നത്. So put 2x minus 3 equal to t. ax plus b ക്കാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. 2x minus 3 equal to t. Derivative of 2x minus 3 is 2 dx. Derivative of t dt. So dx is equal to dt by 2. So replace dx by dt by 2. Splitting this integral, we get integral sec square 2x minus 3 dx minus integral 1 dx. Okay, second term is 1. So integral 1 dx. Now substitution is 2x minus 3 equal to t. So this term becomes sec square t dx is dt by 2. dt by 2. Integral sec square t dt by 2 minus integral 1 dx. First integral is with respect to t. Second integral is with respect to x. അത് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. Integral of sec square t is tan t. 1 by 2 constant integral പുറത്ത് വെക്കണം. Integral of sec square x is tan x. Integral of sec square t is tan t. Integration is with respect to t. So integral of sec square t is tan t minus. Here integral is with respect to x. Integral of 1 dx is x plus c. So 1 by 2 tan t minus x plus c. Now replace t by 2x minus 3. So 1 by 2 tan 2x minus 3 minus x plus c. ആദ്യം നമ്മൾ tan സ്ക്വയറിനെ sec സ്ക്വയർ എക്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. 2x minus 3 ആണ് ഇരിക്കുന്നത്, അതിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ഇന്റഗ്രൽ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. ഫസ്റ്റ് ഇന്റഗ്രലിലെ എക്സ് ടേംസിനെല്ലാം ടിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. Integrate with respect to t. Integral of sec square t tan t. Integral of 1 dx is x. So we get 1 by 2 tan 2x minus 3 minus x plus c. Now next one, integral sec square 7 minus 4x dx. വളരെ ഈസി ആണ്. ഈ 7 minus 4x ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. f of ax plus b. ആ ഫോർമുല എന്നിരിക്കുന്നത് ax plus b ക്കാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്. sec square xന്റെ ഇന്റഗ്രൽ നമുക്കറിയാം. ഇന്റഗ്രൽ ഓഫ് sec square x is tan x. x അല്ല ഇവിടെ ഇരിക്കുന്നത്, 7 minus 4x. അപ്പോൾ ഈ 7 minus 4x ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. Derivative of 7 minus 4x is minus 4 dx. Derivative of 7 0. Derivative of minus 4x is minus 4 dx equal to dt. So dx is equal to dt by minus 4. So this function becomes sec square t dt by minus 4. Now take minus 1 by 4 outside the integral. Integral sec square t dt. Integral of sec square t is tan t. So minus 1 by 4. ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്. Minus 1 by 4 tan t plus c. Now replace t by 7 minus 4x. Replace t by 7 minus 4x, we get minus 1 by 4 tan 7 minus 4x plus c.
Now next one, integral sin inverse x divided by root of 1 minus x square dx. Sin inverse x ന്റെ ഡെറിവേറ്റീവ് ആണ് ഇവിടെ ഇരിക്കുന്നത് 1 by root of 1 minus x square. So put substitution. So take sin inverse x equal to t. Okay, function ഉണ്ട് അതിന്റെ ഡെറിവേറ്റീവ് ഉണ്ട് f of x into f dash of x ആ ഫോമുലാണ് ഇരിക്കുന്നത്. f of x ന് t എന്ന് കൊടുക്കണം. Take sin inverse x is equal to t. Differentiating we get 1 by root of 1 minus x square dx is equal to dt. So this integral becomes t into dt. Sin inverse x t ആണ് 1 by root of 1 minus x square dx ന് പകരം dt എന്ന് വരും. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു. Integral of t dt is t square by 2 plus c. Now replace t by sin inverse x. So answer is sin inverse x whole square by 2 plus c. Integral 2 cos x minus 3 sin x divided by 6 into cos x plus 4 sin x dx. നമ്മൾ ആദ്യം തന്നെ ഈ ഡിനോമിനേറ്ററിൽ ഇരിക്കുന്ന 2 is common, take 2 outside. 6 cos x plus 4 sin x is 2 into 3 cos x plus 2 sin x. So this integral becomes 2 cos x minus 3 sin x divided by 3 cos x plus 2 sin x. Derivative of cos x is minus sin x. അത് ഇവിടെയുണ്ട്. Derivative of sin x is cos x. So take denominator equal to t. Denominator substitution കൊടുത്താൽ numerator നമുക്ക് ഈസി ആയിട്ട് കിട്ടും. So take denominator equal to t. 3 cos x plus 2 sin x equal to t. Differentiating derivative of 3 cos x is minus 3 sin x. Derivative of cos x is minus sin x. So 3 into minus sin x, that is minus 3 sin x. Derivative of sin x is cos x. So we get 2 cos x dx is equal to dt. അതായത് ഇവിടെ എന്താ കിട്ടുന്നത് 2 cos x minus 3 sin x dx is equal to dt. ന്യൂമറേറ്റർ കിട്ടി. That is 2 cos x minus 3 sin x dx is equal to dt. ന്യൂമറേറ്റർ നമുക്ക് ഡയറക്റ്റ് ഇവിടെ കിട്ടും. So this integral becomes 1 by 2 integral. ഡിനോമിനേറ്ററിനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിരിക്കുന്നത്. So 1 by t. Numerator 2 cos x minus 3 sin x dx is dt. So integral 1 by t dt. Integral of 1 by t is log modulus of t. So 1 by 2 log modulus of t plus c. Now replace t by 3 cos x plus 2 sin x. So answer is 1 by 2 log modulus of 3 cos x plus 2 sin x plus c. Integral 1 by cos square x into 1 minus tan x whole square. 1 by cos is sec. 1 by cos square x is sec square x. Tan x ന്റെ ഡെറിവേറ്റീവ് ആണ് ഇവിടെ sec square x ഇരിക്കുന്നത്. Tan x ഉണ്ട്, അതിന്റെ ഡെറിവേറ്റീവ് sec square x ഉണ്ട്. ഫംഗ്ഷൻ ഉണ്ട്, അതിന്റെ ഡെറിവേറ്റീവ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫംഗ്ഷന് 1 മൈനസ് tan x നെ t ആയിട്ട് എടുക്കണം. f of x ഹോൾ സ്ക്വയർ ആണ് ഇരിക്കുന്നത് ഇവിടെ. അത് നമുക്ക് കുഴപ്പമില്ല, ഇതിന്റെ ഡെറിവേറ്റീവ് ഇവിടെയുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ t ആയിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടും. സോ ടേക്ക് 1 മൈനസ് tan x is equal to t. Derivative of tan x is sec square x. Derivative of 1 0. So we get minus sec square x dx is equal to dt. Sec square x dx is equal to minus dt. So this integral becomes 1 by t square. ഇതിനെയാണ് നമ്മൾ t ആയിട്ട് എടുത്തിരിക്കുന്നത്. t square എന്ന് വരും. 1 by t square. sec square x dx ന് പകരം മൈനസ് dt എന്ന് എഴുതണം. sec square x dx ന് പകരം മൈനസ് dt എന്ന് എഴുതണം. Now take minus sign outside. Minus integral 1 by t square is t raised to minus 2. So t raised to minus 2 dt. Now this is of the form integral x raised to n. Integral of x raised to n is x raised to n plus 1 divided by n plus 1. So integral of t raised to minus 2 is t raised to minus 2 plus 1 divided by minus 2 plus 1. Minus 2 plus 1 is minus 1. So we get minus t raised to minus 1 divided by minus 1. Minus into minus is plus. So we get t raised to minus 1. T raised to minus 1 is 1 by t. So 1 by t plus c. Now replace t by 1 minus tan x. So answer is 1 by 1 minus tan x plus c. Now next is integral cos of root x divided by root x. Derivative of root x is 1 by 2 root x. അപ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് വരുന്ന ടേം ഇവിടെ ഉണ്ട്. ഈ ഫംഗ്ഷൻ ഇരിക്കുന്നത് f of g of x into g dash of x ആ ഫോമിലാണ്. സോ ടേക്ക് g of x equal to t. റൂട്ട് എക്സിന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്. റൂട്ട് എക്സിന്റെ ഡെറിവേറ്റീവിൽ വരുന്ന ടേം ഇവിടെയുണ്ട്. സോ ടേക്ക് റൂട്ട് എക്സ് ഈക്വൽ ടു ടി. ഡെറിവേറ്റീവ് ഓഫ് റൂട്ട് എക്സ് ഇസ് 1 by 2 root x. 1 by 2 root x dx is equal to dt. So 1 by root x dx is
ടു ഡി ടി. ടുവിനെ ഇങ്ങോട്ടേക്ക് എടുക്കണം. ഡിനോമിനേറ്ററിൽ ഇരിക്കുന്ന ടു ന്യൂമറേറ്ററിലേക്ക് പോകും. 2dt ആയിട്ട് കിട്ടും. റൂട്ട് എക്സിനാണ് നമ്മൾ ടി എടുത്തിരിക്കുന്നത്. സോ കോസ് ടി 1/√x dxന് പകരം 2dt. സോ ദിസ് ഇന്റഗ്രൽ ഇസ് cos t 2dt. Integral of cos x is sin x. Integral of cos t is sin t. So 2 sin t plus c. Now replace t by root x. So answer is 2 sin root x plus c. Integral root sin 2x cos 2x dx. Sin 2x ന്റെ ഡെറിവേറ്റീവ് cos 2x into 2. ആ cos 2x ഇവിടെയുണ്ട്. So put sin 2x equal to t. Derivative of sin 2x is cos 2x into 2 dx is equal to dt. So cos 2x dx is equal to dt by 2. So this integral becomes root t. ഇതാണ് നമ്മുടെ t. Root t cos 2x dx is dt by 2. Now take 1/2 outside. 1/2 into integral root t is t raised to 1/2. So t raised to 1/2 dt. Integral of x raised to n is x raised to n plus 1 divided by n plus 1. Integral of t raised to 1/2 is t raised to 1/2 plus 1 divided by 1/2 plus 1. 1/2 plus 1 is 3/2. So 1/2 t raised to 3/2 divided by 3/2 plus c. ഇനി ഈ ടേമിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. റെസിപ്രോക്കൽ ഓഫ് 3/2 is 2/3. So 1/2 into 2/3. Replace t by sin 2x. Sin 2x whole raised to 3/2 plus c. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഈ 2 ക്യാൻസൽ ചെയ്യും. 1/3 കിട്ടും. So answer is 1/3 sin 2x raised to 3/2 plus c. Now next one, integral cos x by root of 1 plus sin x dx. Sin x ന്റെ ഡെറിവേറ്റീവ് cos x ഇവിടെയുണ്ട്. So take 1 plus sin x equal to t. Derivative of sin x is cos x. So cos x dx is equal to dt. So this integral becomes 1/√t dt. Root it is t raised to 1/2. 1/√t is t raised to minus 1/2. So this integral becomes integral t raised to minus 1/2 dt. Integral of t raised to minus 1/2 is t raised to minus 1/2 plus 1 divided by minus 1/2 plus 1. Minus 1/2 plus 1 is 1/2. So t raised to 1/2 divided by 1/2 plus c. Now take reciprocal of 1/2, that is 2. 2 root t plus c. Now replace t by 1 plus sin x. So 2 into root of 1 plus sin x plus c. Now next one, integral cot x into log sin x dx. ഇവിടെ നമ്മൾ കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ log sin x നാണ്. log sin x equal to t. Derivative of log x is 1 by x. Derivative of log sin x is 1 by sin x into derivative of sin x. Derivative of sin x is cos x. Chain rule apply ചെയ്യണം. ലോഗിന്റെ ഡെറിവേറ്റീവ് 1 by x ആണ്. സോ 1 by sin x വരും. ഇവിടെ x അല്ല sin x ആണ്. അപ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. Derivative of sin x is cos x. Now cos x by sin x is cot x. So we get cot x dx is equal to dt. ഈ ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ആണ് ഇവിടെ ഇരിക്കുന്നത്. ഫംഗ്ഷനും അതിന്റെ ഡെറിവേറ്റീവ് f of x, f dash of x ഉണ്ട്. f of x ഉം f dash of x ഉണ്ട്. So take f of x is equal to t. So take log sin x equal to t. Cot x dx is equal to dt. തന്നിരിക്കുന്ന ഇന്റഗ്രൽ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഏതാണെന്ന് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ ഇന്റഗ്രൽ കണ്ടുപിടിക്കാൻ പറ്റും. So this function becomes t. So this integral becomes integral t dt. Integral of t is t square by 2 plus c. Now replace t by log sin x. So we get log sin x whole square by 2 plus c. Now next one, integral sin x divided by 1 plus cos x dx. Cos ന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ആണ്. cos x ന്റെ ഡെറിവേറ്റീവിലെ ടേം ഇവിടെ വന്നു. So take 1 plus cos x equal to t. Derivative of 1 0. Derivative of cos x is minus sin x. So minus sin x dx equal to dt. Sin x dx equal to minus dt. So this integral becomes 1 by t minus dt. ഇതിനാണ് നമ്മൾ t എന്ന് കൊടുത്തിരിക്കുന്നത്. So 1 by t. ഇത് രണ്ടും ചേർന്നിട്ട് minus dt ആയിട്ട് വരും. Now take minus sign outside. Minus of integral 1 by t dt. Integral of 1 by t is log modulus of t. So minus log modulus of t plus c, that is minus log 1 plus cos x plus c. Now next one, integral sin x divided by 1 plus cos x whole square dx.
ഇവിടെയും നമ്മൾ കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ എന്താ? 1 പ്ലസ് കോസ് എക്സിന് ടി എന്ന് കൊടുക്കണം. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. സൈൻ എക്സ് ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് 1 പ്ലസ് കോസ് എക്സിന് ടി ആയിട്ട് എടുക്കണം. Differentiating we get minus sin x dx is equal to dt, sin x dx equal to minus dt. So this integral becomes 1 by t square. 1 plus cos x whole square ഉണ്ട്. ഇതിനാണ് നമ്മൾ t ആയിട്ട് എടുത്തിരിക്കുന്നത്. So 1 by t square into minus dt. Now take minus sign outside. Minus of integral 1 by t square. 1 by t square is t raised to minus 2. T raised to minus 2 dt. Integral of t raised to minus 2 is t raised to minus 2 plus 1 divided by minus 2 plus 1. Minus 2 plus 1 is minus 1. So minus t raised to minus 1 divided by minus 1. Minus minus cancel ചെയ്തു പോകും. T raised to minus 1, that is 1 by t. 1 by t plus c. Now replace t by 1 plus cos x. So answer is 1 by 1 plus cos x plus c. Now next one, integral 1 by 1 plus cot x dx. Okay, 1 divided by 1 plus cot x dx. ഇത് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കണം. ഡയറക്റ്റ് ഇവിടെ ഫംഗ്ഷനോ അതിന്റെ ഡെറിവേറ്റീവോ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റുന്ന ഫോമിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യണം. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് cot x. Cot x is cos x by sin x. This term becomes 1 by 1 plus cos x by sin x. Take denominator sin x. 1 into sin x is sin x. So we get 1 by sin x plus cos x divided by sin x. So take reciprocal of this term. We get sin x divided by sin x plus cos x. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഡിനോമിനേറ്ററിൽ ഇരിക്കുന്ന ടേംസിന് തന്നെ ന്യൂമറേറ്ററിൽ വരുന്ന പോലെ ടേംസ് നമ്മളിവിടെ എക്സ്ട്രാ ടേംസ് ചേർക്കണം. sin x is 2 sin x by 2. sin x plus sin x ആയിട്ട് എടുക്കണം. 2 sin x നെ sin x plus sin x ആയിട്ട് എടുക്കണം. cos x എന്ന് പറഞ്ഞ ഒരു ടേം ഇവിടെ എക്സ്ട്രാ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. cos x മൈനസ് cos x അത് ക്യാൻസൽ ചെയ്ത് പോയിട്ട് സെയിം ടേം തന്നെ നമുക്ക് കിട്ടും. sin x നെ 2 sin x by 2 എടുക്കണം. എന്നിട്ട് cos x plus cos x മൈനസ് cos x ചേർക്കണം. ഇപ്പോൾ ഇവിടെ നമുക്ക് ഡിനോമിനേറ്ററിൽ ഇരിക്കുന്ന ടേംസ് തന്നെ കിട്ടും. sin x plus cos x plus sin x minus cos x. Now combine first two terms divided by sin x plus cos x. Take last two terms together, divide it by sin x plus cos x. So we get 1 by 2 sin x plus cos x divided by sin x plus cos x plus sin x minus cos x divided by sin x plus cos x. Now first term is 1. Second term ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആണ് മുകളിലിരിക്കുന്നത്. കോസിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ, സൈനിന്റെ ഡെറിവേറ്റീവ് കോസ്. ഒരു നെഗറ്റീവിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇങ്ങനെ റെഡ്യൂസ് ചെയ്താൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റും. സോ ഗിവൻ ഫംഗ്ഷൻ ബിക്കംസ് ദാറ്റ് ഇസ് 1 by 1 plus cot x becomes 1 by 2 1 plus sin x minus cos x divided by sin x plus cos x. ഇതുപോലെ റെഡ്യൂസ് ചെയ്യാൻ നന്നായിട്ട് പഠിച്ച് വെച്ചേക്കണം. ഡിനോമിനേറ്ററിൽ ഇരിക്കുന്ന ടേംസ് നോക്കിയിട്ടാണ് നമ്മൾ ന്യൂമറേറ്ററിലേക്ക് ടേംസ് കൊണ്ടുവരുന്നത്. 1 by 2 1 plus sin x minus cos x divided by sin x plus cos x. Now splitting this integral we get 1 by 2 integral 1 dx plus 1 by 2. 1 by 2 നെ ഇതിൻ്റെ അകത്തേക്ക് എടുത്തിട്ടുണ്ട്. 1 by 2 integral sin x minus cos x divided by sin x plus cos x dx. Integral of 1 is x. Integral of 1 dx is x. So first term is 1 by 2 x. Second termൽ ഡിനോമിനേറ്ററിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ടേക്ക് ഡിനോമിനേറ്റർ ഈക്വൽ ടു ടി. ഡെറിവേറ്റീവ് ഓഫ് സൈൻ എക്സ് ഇസ് കോസ് എക്സ്. ഡെറിവേറ്റീവ് ഓഫ് കോസ് എക്സ് ഇസ് മൈനസ് സൈൻ എക്സ്. So we get cos x minus sin x dx is equal to dt. Now taking a minus sign outside, minus of sin x minus cos x dx is equal to dt. That is sin x minus cos x dx is equal to minus dt. Okay, minus ഇതിൻ്റെ കൂടെ എടുക്കണം. ന്യൂമറേറ്ററിന് നമുക്ക് മൈനസ് ഡി ടി എന്ന് കിട്ടും. ഡിനോമിനേറ്റർ ആണ് നമ്മൾ ടി എടുത്തിരിക്കുന്നത്. സോ 1 by t മൈനസ് ഡി ടി. ടേക്ക് മൈനസ് സൈൻ ഔട്ട്സൈഡ്. minus 1 by 2. Integral of 1 by t is log modulus of t. Okay, so we get x by 2 minus 1 by 2 log modulus of t plus c. Now replace t by sin x plus cos x. So answer is x by 2 minus 1 by 2 into log modulus sin x plus cos x plus c. Next one, integral 1 by 1 minus tan x. തൊട്ട് മുന്നേ ചെയ്ത പ്രോബ്ലം പോലെ തന്നെ ചെയ്യേണ്ടതാണ്. tan x ന് പകരം sin x by cos x എടുക്കണം. tan x is sin x by cos x. So taking denominator cos x we get cos x minus sin x divided by cos x. So taking reciprocal
കോസ് എക്സ് ബൈ കോസ് എക്സ് മൈനസ് സൈൻ എക്സ്. ന്യൂമറേറ്ററിൽ ഇരിക്കുന്ന ടേമിനെ ഡിനോമിനേറ്ററിൽ ഇരിക്കുന്ന ടേംസ് പോലെ നമ്മൾ എഴുതാൻ പറ്റണം. അതായത് കോസ് എക്സിനെ 2 കോസ് എക്സ് ബൈ 2 ആയിട്ട് എടുക്കാം. ഓക്കെ, കോസ് എക്സ് ഇസ് 2 കോസ് എക്സ് ഡിവൈഡ് ബൈ 2. 2 ക്യാൻസൽ ചെയ്ത് പോയിട്ട് കോസ് എക്സ് തന്നെ കിട്ടും. ഒരു 2 ഇവിടെ കൊണ്ടുവരണം. 2 കോസ് എക്സ് ഡിവൈഡ് ബൈ 2. ഇനി 2 കോസ് എക്സിനെ കോസ് എക്സ് പ്ലസ് കോസ് എക്സ് എന്ന് എഴുതണം. എന്നിട്ട് അവിടെ ഒരു സൈൻ എക്സ്, ഈ സെക്കൻഡ് ടേം അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. മൈനസ് സൈൻ എക്സ് ചേർക്കണം, പ്ലസ് സൈൻ എക്സ് ചേർക്കണം. മൈനസ് സൈൻ എക്സ് പ്ലസ് സൈൻ എക്സ് ക്യാൻസൽ ചെയ്ത് പോകും. ഇപ്പൊ ഇവിടെ ഒരു എക്സ്ട്രാ ടേം നമ്മൾ ചേർക്കണം. കോസ് എക്സ് മൈനസ് സൈൻ എക്സ്, ഈ ടേംസ് ഇവിടെ വന്നു. കോസ് എക്സ് മൈനസ് സൈൻ എക്സ് പ്ലസ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് വരും. Take first 2 terms together, divide it by cos x minus sin x. Take last 2 terms together, divide it by cos x minus sin x. So this expression becomes 1 by 2 cos x minus sin x divided by cos x minus sin x plus cos x plus sin x divided by cos x minus sin x. Now first term is 1. So 1 by 2 1 plus cos x plus sin x divided by cos x minus sin x. So our integral I is equal to 1 by 2 integral 1 plus cos x plus sin x divided by cos x minus sin x dx. Integral of 1 നമുക്കറിയാം x ആയിട്ട് കിട്ടും. ഇതിന്റെ ഇന്റഗ്രൽ കാണാൻ ഡിനോമിനേറ്ററിനെ t ആയിട്ട് എടുക്കണം. Derivative of cos x is minus sin x. Derivative of sin x is cos x. So we get minus sin x minus cos x dx is equal to dt. Take a minus sign outside. Minus of sin x plus cos x dx is equal to dt. ആ മൈനസ് ഇതിന്റെ കൂടെ എടുക്കുക. രണ്ട് സൈഡും -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ വി ഗെറ്റ് cos x plus sin x. ഈ ടേം ഇങ്ങോട്ട് അറേഞ്ച് ചെയ്തതാണ്. cos x plus sin x dx is equal to minus dt. ന്യൂമറേറ്റർ കിട്ടി. So we get 1 by 2. So this integral becomes 1 by 2 integral 1 dx. Okay, 1 into dx. Integration is with respect to x. Second term is 1 by t. ഇതിനാണ് നമ്മൾ t എന്ന് എടുത്തിരിക്കുന്നത്. 1 by t ന്യൂമറേറ്റർ രണ്ടും ചേർന്നിട്ട് മൈനസ് ഡി ടി എന്ന് കിട്ടും. 1 by t minus dt. Now this plus into minus is minus. Integral of 1 dx is x. So we get 1 by 2 x minus integral of 1 by t is log t. Log of modulus t. Now replacing t by cos x minus sin x, we get log modulus cos x minus sin x plus c. Now take 1 by 2 inside the bracket. So answer is x by 2 minus 1 by 2 log modulus cos x minus sin x plus c. Now next one, integral tan x divided by sin x cos x dx. Okay, ഇതൊന്ന് ശ്രദ്ധിച്ചിട്ട് പഠിച്ചു വെച്ചേക്കണം. ഈ ഒരു കാര്യം ഇവിടെ ഓർത്തു വെക്കണം. ഇവിടെ റൂട്ട് ടാൻ എക്സ് ആണുള്ളത്. റൂട്ട് ടാൻ എക്സ് കൊണ്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. Root tan x into root tan x is tan x. Root tan x whole square is tan x. Denominator root tan x വരും. Okay, now write this tan x as sin x by cos x. 1 by root tan x അതുപോലെ വെക്കുക. ന്യൂമറേറ്ററിൽ ഇരിക്കുന്ന tan x നെ sin x by cos x എന്ന് എഴുതണം. Okay, ന്യൂമറേറ്ററിൽ ഇരിക്കുന്ന tan x നെ sin x by cos x. Then 1 by root tan x dx divided by sin x cos x. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ sin x ക്യാൻസൽ ചെയ്തു പോകും. sin x ഉണ്ട് ഇവിടെ. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും sin x ഉണ്ട്. sin x ക്യാൻസൽ ചെയ്തു പോകും. cos x into cos x is cos square x into 1 by root tan x dx. Okay, cos square x root tan x എന്ന് വന്നു. 1 by cos square x is sec square x. So this integral becomes integral sec square x divided by root tan x. ഇനി നമുക്കറിയാം tan x ന്റെ ഡെറിവേറ്റീവ് ആണ് sec square x. So take tan x equal to t. Derivative of tan x is sec square x. So sec square x dx is equal to dt. അപ്പോൾ ഇത് നമ്മളെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു കാര്യം ഓർത്താൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. So this integral becomes 1 by root t dt. Root t is t raised to 1 by 2. 1 by root is t raised to minus 1 by 2. Integral of t raised to minus 1 by 2 is t raised to minus 1 by 2 plus 1 divided by minus 1 by 2 plus 1. Minus 1 by 2 plus 1 is 1 by 2. So t raised to 1 by 2 divided by 1 by 2 plus c. Take reciprocal of 1 by 2, we get 2. 2 into replace t by tan x. So t raised to 1 by 2 is root t, that is root tan x. So answer is 2 root tan x plus c. ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് ഓർമ്മയുണ്ടാവും. ഈ ഫസ്റ്റ് സ്റ്റെപ്പ് കറക്റ്റ് ആയി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇന്റഗ്രൽ കാണാൻ പറ്റും.
Now next one, integral 1 plus log x whole square by x dx. ഇവിടെ ഈ ഫംഗ്ഷൻ കാണുമ്പോൾ തന്നെ നമ്മൾ ഏതാണ് ഫംഗ്ഷൻ ഏതാണ് ഡെറിവേറ്റീവ് നമുക്ക് മനസ്സിലാകും. log xന്റെ ഡെറിവേറ്റീവ് 1 by x ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ 1 plus log x equal to t. Derivative of 1 0, derivative of log x 1 by x. So we get 1 by x dx is equal to dt. Okay, 1 plus log x ന് t എന്ന് കൊടുക്കണം, 1 by x dx ന് പകരം dt എന്ന് എഴുതണം. So this term becomes t square. 1 plus log x whole square ഉണ്ട്. So t square. Integral t square dt. Integral of t square is t cube by 3 plus c. Now replace t by 1 plus log x. So we get 1 plus log x whole cube by 3 plus c. So answer is 1 plus log x whole cube by 3 plus c. Now next one, integral x plus 1 into x plus log x whole square by x. X plus log x in the derivatives വരുന്ന terms ആണിത്. So take x plus log x equal to t. Derivative of x is 1, derivative of log x is 1 by x. So we get 1 plus 1 by x dx is equal to dt. ഇതിനെ simplify ചെയ്യണം. Take denominator x. 1 into x is x. x plus 1 by x dx is equal to dt. ആ ടേംസ് ആണ് ഇവിടെ ഇരിക്കുന്നത്. x plus 1 by x dx is equal to dt. അതുകൊണ്ട് ഇവിടെ കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ x plus log x നാണ്. x plus log x equal to t എന്ന് എടുത്തു കഴിഞ്ഞാൽ ഇത് t സ്ക്വയർ ആയിട്ട് വരും. x plus 1 by x dx ന് പകരം dt വരും. So integral becomes integral t square dt. സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടു. വളരെ കോംപ്ലക്സ് ആയ ഒരു പ്രോബ്ലം ആയിട്ട് നമുക്ക് തോന്നും. പക്ഷേ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് വരും. നമുക്ക് പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഇന്റഗ്രൽ ഓഫ് ടി സ്ക്വയർ ഇസ് ടി ക്യൂബ് ബൈ 3. നൗ റീപ്ലേസ് ടി ബൈ എക്സ് പ്ലസ് ലോഗ് എക്സ്. സോ എക്സ് പ്ലസ് ലോഗ് എക്സ് ഹോൾ ക്യൂബ് ബൈ 3 പ്ലസ് സി. നൗ നെക്സ്റ്റ് വൺ, ഇന്റഗ്രൽ എക്സ് ക്യൂബ് സൈൻ ടാൻ ഇൻവേഴ്സ് എക്സ് റേസ് ടു 4 ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് റേസ് ടു 8. ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം. ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 by 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. ഇപ്പൊ ഇവിടെ 1 പ്ലസ് എക്സ് റേസ് ടു 8 ഉണ്ട്. എക്സ് റേസ് ടു 4ന്റെ സ്ക്വയർ ആണിത്. അതായത് ടാൻ ഇൻവേഴ്സ് എക്സ് റേസ് ടു 4ന്റെ ഡെറിവേറ്റീവ് ഇവിടെ വരുന്നുണ്ട്. ടാൻ ഇൻവേഴ്സ് എക്സിന്റെ ഡെറിവേറ്റീവ് 1 by 1 പ്ലസ് എക്സ് സ്ക്വയർ. ടാൻ ഇൻവേഴ്സ് എക്സ് റേസ് ടു 4ന്റെ ഡെറിവേറ്റീവ് 1 by 1 പ്ലസ് എക്സ് റേസ് ടു 8 ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് റേസ് ടു 4x ക്യൂബ് ആണ്. എക്സ് ക്യൂബും ഇവിടെ ഉണ്ട്. ഇപ്പൊ നമ്മൾ കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് റേസ് ടു 4 ആണ്. എഫ് ഓഫ് ജി ഓഫ് എക്സ് ഇൻറ്റു ജി ഡാഷ് ഓഫ് എക്സ് ആണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് എഫ് ആണ്, ഇത് ജി ഓഫ് എക്സ് ആണ്, ഇവിടെ ഇരിക്കുന്നത് ജി ഡാഷ് ഓഫ് എക്സ് ആണ്. സോ ടേക്ക് ജി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ടി. ടാൻ ഇൻവേഴ്സ് എക്സ് റേസ് ടു 4 ഈക്വൽ ടു ടി. ഇതിന്റെ ഡെറിവേറ്റീവ് ഇവിടെ ഉണ്ട്. So tan inverse x raised to 4 equal to t. Differentiating we get 1 by 1 plus x raised to 4 square, that is x raised to 8. Derivative of x raised to 4 is 4x cube. Chain rule ആണ് അപ്ലൈ ചെയ്തത്. tan inverse ന്റെ ഡെറിവേറ്റീവ് വരും, x raised to 4 ന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 4x cube dx is equal to dt. So we get x cube divided by 1 plus x raised to 8 dx is equal to dt by 4. 4നെ ഇപ്പുറത്തേക്ക് എടുക്കുക, dt by 4. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ ഇന്റഗ്രൽ വളരെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെട്ടു. ഇതാണ് നമ്മുടെ ടി, സൈൻ ടി എന്ന് വരും. ഇതെല്ലാം ചേർത്തിട്ട് ഡി ടി ബൈ 4 വരും. ടേക്ക് 1 by 4 ഔട്ട് സൈഡ്. ഇന്റഗ്രൽ ഓഫ് സൈൻ ടി ഡി ടി. ഇന്റഗ്രൽ ഓഫ് സൈൻ ടി ഇസ് മൈനസ് കോസ് ടി. സോ 1 by 4 മൈനസ് കോസ് ടി പ്ലസ് സി. ദാറ്റ് ഇസ് മൈനസ് 1 by 4 കോസ്. റീപ്ലേസ് ടി ബൈ ടാൻ ഇൻവേഴ്സ് എക്സ് റേസ് ടു 4. സോ വി ഗെറ്റ് മൈനസ് 1 by 4 കോസ് tan inverse x raised to 4 plus c. Next one, integral 10x raised to 9 plus 10 raised to x log 10 to the base e dx divided by x raised to 10 plus 10 raised to x equal to. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇന്റഗ്രൽ കണ്ടുപിടിക്കാം. ഇതിൽ ഏതെങ്കിലും ഒരു ആൻസർ നമുക്ക് കിട്ടും. ഇത് കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് തോന്നും, പക്ഷെ വളരെ ഈസിയാണ്. ഡിനോമിനേറ്ററിന്റെ ഡെറിവേറ്റീവ് ആണ് മുകളിലിരിക്കുന്നത്. എക്സ് റേസ് ടു 10ന്റെ ഡെറിവേറ്റീവ് എന്താ? 10x റേസ് ടു 9. 10 റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് എ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് എ റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് എ. എ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് എ റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് എ. 10 റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് 10 റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് 10. 10 റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് എന്താ? 10 റേസ് ടു എക്സ് ഇൻറ്റു ലോഗ് 10. അതായത് ഡിനോമിനേറ്ററിൽ ഇരിക്കുന്ന ടേംസിന്റെ ഡെറിവേറ്റീവ് ആണ് ന്യൂമറേറ്ററിൽ ഇരിക്കുന്നത്. ഡിനോമിനേറ്ററിന് നമ്മൾ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ
ന്യൂമറേറ്റർ നമുക്ക് dt ആയിട്ട് കിട്ടും. So take denominator equal to t. X raised to 10 plus 10 raised to x is equal to t. Differentiating, we get derivative of x raised to 10 is 10x raised to 9. Derivative of 10 raised to x is 10 raised to x into log 10. dx is equal to dt. Numerator direct കിട്ടി. So this integral becomes 1 by t dt. വളരെ simplest ആയ ഫോമിലേക്ക് വന്നു. Integral of 1 by t is log modulus of t plus c. So answer is log modulus of t is x raised to 10 plus 10 raised to x. So answer is log modulus of x raised to 10 plus 10 raised to x plus c. Option D. Now last one. Now this is our last problem. Integral dx divided by sin square x cos square x equal to. Okay, integral of 1 by sin square x cos square x dx is equal to. Options തന്നിട്ടുണ്ട്. Option A, tan x plus cot x plus c. B, tan x minus cot x plus c. Tan x cot x plus c. D, tan x minus cot 2x plus c. ഇവിടെ ഫംഗ്ഷനോ അതിന്റെ ഡെറിവേറ്റീവോ ഒന്നും നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഇവിടെ 1 ഡിവൈഡ് ബൈ സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് ആണുള്ളത്. ആ 1നെ നമ്മൾ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ആയിട്ട് എടുത്താൽ ഇതിനെ നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇതാണ്. ഈ 1നെ സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ആയിട്ട് എടുക്കണം. ഓക്കെ, +1 ട്രിഗ്നോമെട്രിക് ചാപ്റ്ററിൽ ഫസ്റ്റ് പഠിക്കുന്ന ഇക്വേഷൻ ആണിത്. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഈക്വൽ ടു 1. അത് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാം. സൈൻ സ്ക്വയർ എക്സ് പ്ലസ് കോസ് സ്ക്വയർ എക്സ് ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എക്സ് ഇൻറ്റു കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. ഫസ്റ്റ് ടേം ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ എടുക്കണം, പ്ലസ് സെക്കൻഡ് ടേം ഡിവൈഡ് ബൈ ഡിനോമിനേറ്റർ എടുക്കണം. സൈൻ സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് ഡി എക്സ് പ്ലസ് ഇന്റഗ്രൽ കോസ് സ്ക്വയർ എക്സ് ഡിവൈഡ് ബൈ സൈൻ സ്ക്വയർ എക്സ് കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. ഇന്റഗ്രലിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇപ്പോൾ ഇവിടെ സൈൻ സ്ക്വയർ എക്സ് ക്യാൻസൽ ചെയ്ത് പോകും. 1 ബൈ കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. ഇന്റഗ്രൽ 1 ബൈ കോസ് സ്ക്വയർ എക്സ് ഡി എക്സ്. ഇവിടെ കോസ് സ്ക്വയർ എക്സ് ക്യാൻസൽ ചെയ്ത് പോകും. ഇന്റഗ്രൽ 1 ബൈ സൈൻ സ്ക്വയർ എക്സ് ഡി എക്സ്. 1 ബൈ കോസ് സ്ക്വയർ എക്സ് ഇസ് സീക് സ്ക്വയർ എക്സ്. 1 ബൈ സൈൻ സ്ക്വയർ എക്സ് ഇസ് കൊസീക് സ്ക്വയർ എക്സ്. Integral of sec square x is tan x. Integral of cosec square x is minus cot x. So answer is tan x minus cot x plus c. Option B. Exercise 7.2 എല്ലാ പ്രോബ്ലംസും നമ്മളിവിടെ കവർ ചെയ്തു. ഈ പ്രോബ്ലംസ് എല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ പ്രോബ്ലംസും ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. ഫോക്കസ് പോയിന്റ് 7.10 ഡെഫിനിറ്റ് ഇന്റഗ്രൽ കാണുന്ന സമയത്ത് ആദ്യം നമ്മൾ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ കാണേണ്ടി വരും. ഇപ്പൊ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ കാണുമെങ്കിൽ ഈ ടൈപ്പ് പ്രോബ്ലംസ് എല്ലാം ചെയ്യാൻ നമുക്ക് അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഈ പ്രോബ്ലംസ് എല്ലാം നിങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് പഠിക്കണം. ഓക്കെ, താങ്ക് യു.